ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉന്നതമായ പദ്ധതിയുണ്ട്. നാം ആ വഴി വിട്ടു പോയാലും ദൈവം നമ്മെ വിട്ടുകളയുന്നില്ല. അവൻ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 48, യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം. 22 വാക്യങ്ങളുള്ള ഈ ഒരു അധ്യായം ഇസ്രായേലിന്റെ മേൽ അഥവാ യഹൂദയുടെ മേലുള്ള ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന അധ്യായമാണ്. നമുക്കറിയാം, യെശയ്യാവിന്റെ പുസ്തകം മുഴുവനും യഹൂദ എന്ന ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ തുറന്ന ഒരു ഇടപെടലാണ്. ഇസ്രായേലിന്റെ വലിയൊരു തകർച്ച കണ്ട ജനമാണ് യഹൂദ ജനം. പക്ഷേ അവരുടെ തെറ്റുകളെ കുറിച്ച് അവർ മാനസാന്തരപ്പെടാതെ തങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് അവർക്ക് ദൈവം കൊടുത്ത ഓമന പേരിൽ ആസ്വദിച്ച് ജീവിക്കുകയും ആ ആസ്വാദനത്തോടൊപ്പം തന്നെ ലോകത്തോട് ഇടകലർന്ന് ജീവിക്കുകയും ചെയ്തവരായിരുന്നു യഹൂദ ജനം. അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മനസ്സു തുറന്ന് സന്തോഷത്തോടെ പ്രമാണിച്ചില്ല. 48-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഇസ്രായേൽ എന്ന് പേർ വിളിക്കപ്പെട്ടവരും യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരുമായ യാക്കോബ് ഗൃഹമേ, ഇത് കേട്ടുകൊള്ളു. ദൈവം സംബോധന ചെയ്യുമ്പോൾ ജനത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ആരാധന കഴിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും സന്തോഷത്തോടുകൂടെ അല്ല, മനസ്സോടുകൂടെ അല്ല. നമുക്ക് ചുറ്റും അങ്ങനെയുള്ള ആളുകൾ ഇന്നുണ്ട്. ദൈവമക്കൾ എന്നാണ് വിളിപ്പേര്, വിശ്വാസി എന്നാണ് വിളിപ്പേര്. പക്ഷേ ദൈവത്തെ ഹൃദയം തുറന്ന് പൂർണ്ണ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് നന്ദികേടല്ലേ? ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവം എത്രമാത്രം സ്നേഹത്തോടെയാണ് അവർക്കുള്ള കരുതൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ യഹൂദജനത്തെ കുറിച്ച് പറയുന്നത്, അവർ ദൈവത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തോട് അവർ കാണിച്ചത്, അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീ കേൾക്കുകയോ അറിയുകയോ നിന്റെ ചെവി തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. നീ വളരെ ദ്രോഹം ചെയ്തു, ഗർഭം മുതൽ വിശ്വാസവഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ടുമിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമുക്കും ഒക്കെ ചേരുന്ന പേര് അതൊക്കെ തന്നെയാണ്, വിശ്വാസവഞ്ചകൻ. ദൈവം നമ്മോട് സംസാരിക്കുന്ന അരുളപ്പാടുകളെ, നാം കേൾക്കുന്ന വചനങ്ങളെ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നമുക്കും ചേരുന്ന പേര് വിശ്വാസവഞ്ചകൻ എന്നാണ്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം നമ്മെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ മനസ്സ് കാണിക്കുന്നില്ല. കാരണം യഹൂദ എന്ന ഗ്രഹം അവരുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുമ്പോൾ ദൈവം തള്ളിക്കളയുന്നില്ല. കാരണം ലോകത്തെ വീണ്ടെടുക്കുന്ന ലോകരക്ഷകനായ കർത്താവ്, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്ന മിശിഹ വരേണ്ടത് ഈ ഗോത്രത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ദൈവം അവരെ ഒരുക്കിയെടുക്കാൻ പദ്ധതി തയ്യാറാക്കും. എങ്ങനെയാ ദൈവം തന്റെ ജനത്തെ ഒരുക്കിയെടുക്കുന്നത്? 48-ന്റെ 10 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലല്ലതാനും, ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. യാക്കോബിനെ കഷ്ടത അനുഭവിക്കാൻ ദൈവം അനുവദിച്ചു. സത്യത്തിൽ അതാണ് ബാബിലോണിലെ അടിമവാസം. അതവരെ തകർക്കാനല്ലായിരുന്നു, അവരെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവരെ
അതിലേക്ക് വിട്ടു. കൽദയ പട്ടണത്തിൽ അല്ലെങ്കിൽ ബാബിലോണിൽ അടിമവാസികളായി അവർ ജീവിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, എല്ലാ കാലത്തേക്കും അല്ല കേട്ടോ, അല്പസമയത്തേക്ക് നിങ്ങൾക്ക് ഈ കഠിന ശോധനയുണ്ട്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം എന്താണെന്നറിയാമോ? നാം സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. ഏതു മുഖത്തിൽ നിന്നും നമ്മെ തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ടാണ് 48-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നു, യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. നമ്മുടെ ദൈവം സർവശക്തനാണ്. ഏതു തകർച്ചയിൽ നാം പോയാലും അവിടെ നിന്ന് നമ്മെ അവൻ വീണ്ടെടുക്കും. കാരണം നമ്മുടെ ദൈവത്തിന്റെ പേരെന്തെന്നറിയാം. പുസ്തകത്തിൽ പറയുന്നു, അവൻ നമുക്ക് വീണ്ടെടുപ്പുകാരനാണ്. നോക്കിയേ വാക്യം 17, ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടെന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവം, നാം ദൈവത്തെ വിട്ടുപോയാലും നമ്മെ വിട്ടുകളയുന്നില്ല. അവൻ നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ അവിടുന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ്. വീണ്ടെടുപ്പ് തന്ന ശേഷം അവിടെ ഉപേക്ഷിക്കത്തില്ല കേട്ടോ. വാക്യം 20, ബാബേലിൽ നിന്ന് പുറപ്പെടുവീൻ, ഉല്ലാസഘോഷത്തോടെ കൽദയരെ വിട്ട് ഓടിപ്പോകുവീൻ. ഒരു മടങ്ങി വരവ് അവൻ നമുക്ക് നൽകും. ഏതറുതിയിലേക്ക് നാം പോയാലും അവിടെ നമ്മെ കർത്താവ് മടക്കി കൊണ്ടുവരും. എന്റെ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയും, ദൈവത്തിന് നമ്മെ കുറിച്ച് ഉന്നതമായ പദ്ധതിയുണ്ട്. നാം വഴി വിട്ടു പോയാലും ദൈവം നമ്മെ വിട്ടുകളയുന്നില്ല. അവൻ നമ്മെ ശുദ്ധീകരിച്ച് തന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മെ മടക്കി കൊണ്ടുവരും. ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. God bless you.